2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്തോറും രാഷ്ട്രീയത്തിൽ വലിയ തിരിമറികളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മുന്നണി മാറ്റം പതിവാക്കിയ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ വീണ്ടും ഒരിക്കൽ കൂടി കരണമറിഞ്ഞ് BJP പക്ഷത്തേക്ക് നീങ്ങിയിരിക്കുകയാണ്. RJD, കോൺഗ്രസ്, ഇടതു പാർട്ടികൾ ഉൾപ്പെട്ട മഹാസഖ്യം വിട്ട് BJP പിന്തുണയോടെ പുതിയ മന്ത്രിസഭ രൂപീകരിച്ചിരിക്കുകയാണ് നിതീഷ്. 2022 BJPയോട് തെറ്റി RJDയുടെയും മറ്റും പിന്തുണയോടെ മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നുള്ളത്. BJPയെ നേരിടുകയെന്ന പൊതുലക്ഷ്യത്തോടെ രൂപവൽക്കരിച്ച ഇന്ത്യ എന്ന മുന്നണിയുടെ നേതൃസ്ഥാനം കിട്ടില്ല എന്ന് വന്നതോടെയാണ് നിതീഷ് ശത്രുപക്ഷവുമായുള്ള ചങ്ങാത്തം ആരംഭിക്കുന്നുള്ളത്. എന്നാൽ നിതീഷുമായി ഇനിയൊരു സഖ്യത്തിനില്ലെന്ന് ആണയിട്ട് പോന്ന BJP ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിനിടയിൽ വാക്ക് വിഴുങ്ങുന്നതായാണ് കാഴ്ച. രാഷ്ട്രീയത്തിൽ ഒരു വാതിലും കൊട്ടിയടക്കപ്പെടുകയില്ലെന്നും വേണ്ടിവന്നാൽ തുറക്കുമെന്നുമാണ് ഇതിലൂടെ മനസ്സിലാവുന്നത്. നിതീഷുമായി ബന്ധപ്പെടാൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പല തവണ ശ്രമിച്ചെങ്കിലും ഒന്നും നടന്നില്ല. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്ര ബീഹാറിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ബീഹാറിൽ പുതിയ മന്ത്രിസഭ രൂപീകരിച്ചിരിക്കുകയാണ് BJPയുടെ നിതീഷ് സർക്കാർ. കോൺഗ്രസിന്റെ നിരുത്തരവാദ നിലപാടുകളാണോ ഇന്ത്യ മുന്നണിയെ ബീഹാറിലും പശ്ചിമ ബംഗാളിലും പഞ്ചാബിലും തകർച്ചയുടെ വക്കിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നുകൂടി ഇതിനോടകം നാം വായിക്കേണ്ടതാണ്.